അയ്യരെ എല്ലാരും വാ, എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടിച്ചമച്ചൊരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഞാൻ ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളേ പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ. ഇതെന്റെ കുഞ്ഞാണ്. ഇതിലുണ്ടായിരുന്നു. ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ. നീന എന്നോട് വാ. മാറാവിടെ. ആ കൈ മാതാവിന്റെ രൂപത്തിൽ. നീ സത്യം ചെയ്, ഇതെന്റെ മകൻ ബോബിയുടെ കുഞ്ഞാണെന്ന്. സത്യം ചെയ്. അതെ, ഇത് ഡാഡിയുടെ മോന്റെ കുഞ്ഞ് തന്നെ. അയ്യോ, ഞാൻ സത്യം ചെയ്യാം. ഇതെന്റെ കുഞ്ഞല്ല. എങ്ങനെ സത്യം ചെയ്യും? എങ്ങനെ വേണം സത്യം ചെയ്യാം? എന്ത് വേണം സത്യം ചെയ്യാം? എവിടെ വെച്ച് വേണം സത്യം ചെയ്യാം? എവിടെ തൊട്ട് വേണം സത്യം ചെയ്യാം? ആരുടെ മുമ്പിൽ വെച്ച് വേണം സത്യം ചെയ്യാം? ആരാടാ അച്ഛാന്ന് വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴും വിളിച്ചു. ഇവിടുന്നായിരുന്നോ? എന്ത് സത്യം ചെയ്യണം? എന്റെ വയറ്റിൽ ചെവി വെച്ച് കിടന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛാന്നുള്ള വിളി കേട്ടു? എപ്പോ? ഇല്ലെന്ന് മാതാവിനെ തൊട്ട് സത്യം ചെയ്യാമോ? അത് പിന്നെ സത്യം ചെയ്യടാ. ഡാഡി, അത് തമാശക്ക് പിന്നെ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന തമാശ. ഡാഡി ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുത്. ചീപ്പിനെസ് നിനക്ക് പ്രവർത്തിക്കാം അല്ലേ? എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. ബേബി വന്ന ഉടനെ ഈ വിവാഹം നടത്തിയേ പറ്റൂ. ചാക്കോച്ചനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ടേപ്പ് റെക്കോർഡർ ഒളിച്ചു വെക്കുന്ന ഞാൻ കണ്ടു. അത് ഓഫ് ചെയ്തിട്ട് തന്നെയാ ഞാൻ അത്രയും പറഞ്ഞത്. ആ സ്വിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അയ്യടാ, പാലും തേനും ഒലിക്കുന്ന ഒരു സ്നേഹം. കൊള്ളൻ. നീ ക്രിമിനലാണ്. നീ ഒന്നാം തരം ക്രിമിനൽ. നോക്കിക്കോ, ഈ കളി അധികം നാൾ കളിക്കാൻ വിചാരിക്കണ്ട. എന്നെ എന്തിനാ ഇങ്ങോട്ട് പരീക്ഷിക്കുന്നത്? എന്താടാ, എന്താ കാണാൻ വന്നിക്ക? ടേപ്പ് നിക്കാറ് സോപ്പ് പൊട്ടി. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ബോബി അങ്കിളിനെ ഇഷ്ടമല്ലേ? അങ്കിള് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്കിളിനെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ ഇവിടെ വരുന്ന മാഷന്മാരെയൊക്കെ പുഷ്പം പോലെ ഓടിക്കുന്നതല്ലേ? അതുപോലെ ആ രാക്ഷസിയും കൊച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു വരൂ. എന്ത് വേണേലും അങ്കിള് തരും. ഈ ഭൂമിയിലുള്ള എന്ത് വേണേലും തരും. അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അത് വേണേലും തരും. ഏറ്റു. ഈ മാതാവാണ് സത്യം. എങ്കിൽ ഞങ്ങൾ ഏറ്റു. ഓക്കേ. വീട്ടിലാർക്കും സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നു. ആർക്കറിയില്ല. ഉടനെ കൂടി ചെല്ലാൻ.